പുതിയ സർക്കാർ വി ഡി സതീശൻ സർക്കാർ അധികാരത്തിൽ വന്ന് 1.5 മാസം തികയുന്നതിന് മുമ്പ് തന്നെ ആദ്യത്തെ UAPA കേസ് അവർ ചാർജ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് ഈ ഒരു സന്ദർഭത്തിൽ നമ്മളെയൊക്കെ വളരെ അത്ഭുതപ്പെടുത്തിയിട്ടുള്ള ഒരു കാര്യം. കാരണം പിണറായി വിജയൻ സർക്കാരാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ UAPA കേസുകൾ ചാർജ് ചെയ്തിട്ടുള്ളത്. അതിനെതിരെ വലിയ ഒച്ചപ്പാടും നിലവിളിയും ഒക്കെ ഉയർത്തിയതാണ് UDF നേതൃത്വം എന്നുള്ളത് നമുക്കൊക്കെ അറിയാം. അന്ന് വി ഡി സതീശനാണെങ്കിലും രമേശ് ചെന്നിത്തലയാണെങ്കിലും UAPA നിയമം ചാർത്തുന്നതിനെതിരെ വളരെ ശക്തമായിട്ട് പ്രതികരിച്ചിരുന്നവരാണ്. പക്ഷേ ഈ ഒരു സന്ദർഭത്തിൽ നമുക്കറിയാം, പഹൽഗാം വിഷയത്തിൽ ആ കാലത്ത് സൗദി അറേബ്യയിൽ ജോലി ചെയ്യുന്ന സമയത്താണ് മുഹമ്മദ് സനൂഫ് എന്ന് പറയുന്ന മലപ്പുറം ജില്ലയിലെ ഐക്കരപ്പടി സ്വദേശി ഒരു കമന്റ് ഇടുന്നത്. അത് പഹൽഗാം വിഷയത്തിൽ കൊല ചെയ്യപ്പെട്ടിട്ടുള്ള സൈനികന്റെ മകൾ ഇട്ടിട്ടുള്ള ഒരു FB പോസ്റ്റിന്റെ അടിയിലാണ്. വളരെ മോശമാണ് കമന്റ്. ആ കമന്റ് ഒഴിവാക്കാമായിരുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് പറയാനുള്ളത്, അത്തരം ഒരു കമന്റ് ഇടുന്നത്. പക്ഷേ വിഷയം അതല്ല. അത്തരം ഒരു പോസ്റ്റിന്, ഒരു FB പോസ്റ്റിനെതിരെ UAPA ചാർത്തുന്നു എന്നുള്ളതാണ് ഈ നിലവിലെ സർക്കാർ. അത് വളരെ ആശങ്കാജനകമായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം ഇവര് പ്രതിപക്ഷത്തിരിക്കുമ്പോൾ UAPAക്കെതിരെ വളരെ ശക്തമായിട്ട് പ്രതികരിച്ചിരുന്നവരാണ്, അതിനെതിരെ പ്രതിഷേധിച്ചിരുന്നവരാണ്. പക്ഷേ ഇപ്പോൾ ഇത് ചാർജ് ചെയ്യുന്നു. മാത്രമല്ല, നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, മുമ്പ് UAPA ഡിസ്ചാർജ് ചെയ്തിരുന്ന 3ഓളം കേസുകൾ അത് UAPAയിലേക്ക് വീണ്ടും കൊണ്ടുപോവുകയും സാധാരണ മജിസ്ട്രേറ്റ് കോടതിയിൽ നിന്ന് അതൊക്കെ മാറ്റി സ്പെഷ്യൽ കോർട്ടിലേക്ക് മാറ്റുന്ന ഒരു നിലയിലേക്ക് കാര്യങ്ങൾ പോയിട്ടുണ്ട്. നിരവധി പേർക്ക് നോട്ടീസ് അയക്കുകയും അവരെയൊക്കെ ചോദ്യം ചെയ്യുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. അപ്പോൾ അതിൻ്റെ ആശങ്ക കേരളത്തിലെ പൊതുസമൂഹത്തിലുള്ള നിരവധി പൊതുപ്രവർത്തകരും എഴുത്തുകാരും സാംസ്കാരിക പ്രവർത്തകരും ഒക്കെ അടങ്ങുന്ന നിരവധി പേരുടെ ഒരു നിവേദനം ആഭ്യന്തരമന്ത്രിക്ക് കഴിഞ്ഞ ദിവസം കൈമാറിയിട്ടുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് വീണ്ടും ഒരു UAPA കേസ് ചാർജ് ചെയ്യപ്പെടുന്നത് എന്നുള്ളത് വളരെ ആശങ്കയോടെയാണ് ഞങ്ങൾ കാണുന്നത്. ഈ ഒരു സന്ദർഭത്തിൽ അനൂപ് മാത്യു നീണ്ടകാലം ജയിലിൽ കിടന്ന ആളാണ്. ഇപ്പോഴും ആ കേസ് നിലനിൽക്കുന്നുണ്ട്. അദ്ദേഹം UAPA തടവുകാരനായാണ് 9 വർഷത്തോളം തമിഴ്നാട്ടിലെ ജയിലിൽ കിടന്നിട്ടുള്ളത്. അദ്ദേഹവുമായി നടത്തിയ ഒരു അഭിമുഖം ഞങ്ങൾ സംപ്രേഷണം ചെയ്യുകയാണ്. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് അനൂപ് മാത്യു ജോർജാണ്. അനൂപ് മാത്യു ജോർജിന് 16 UAPA ഉള്ള ഒരു തടവുകാരനായിരുന്നു. അദ്ദേഹം കോയമ്പത്തൂർ ജയിലിലായിരുന്നു. 9 വർഷത്തോളം ഉണ്ടായിരുന്നു. 2024 അവിടുന്ന് ജാമ്യം കിട്ടി പുറത്തു വന്നു. രൂപേഷ് അതുപോലെ ഷൈന തുടങ്ങിയ ആളുകൾക്കൊപ്പം ആയിരുന്നു കോയമ്പത്തൂരിൽ നിന്ന് അനൂപിനെ അറസ്റ്റ് ചെയ്തത്. അതിനുശേഷം ഇപ്പോൾ ദീർഘകാലമായിട്ട് തടവുകാരുടെ പ്രശ്നങ്ങളൊക്കെ ബന്ധപ്പെട്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരാളും കൂടിയാണ്. കേരള ഇൻസൈറ്റിലേക്ക് സ്വാഗതം. അനൂപ് കഴിഞ്ഞ ദിവസം ആഭ്യന്തരമന്ത്രി അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ ചെന്ന് കണ്ടിരുന്നു. അത് പിന്നീട് ഒരു വിവാദമാവുകയൊക്കെ ചെയ്തു. അനൂപ് തന്നെ ഒരു പോസ്റ്റായിട്ട് വരികയൊക്കെ ചെയ്തിരുന്നു. എന്ത് സാഹചര്യത്തിലാണ് അനൂപ് ഇതേപോലുള്ളൊരു ആഭ്യന്തരമന്ത്രിയെ കാണണമെന്ന് കരുതുന്നത്? നമ്മളെ മുൻപ് ആദ്യം സൂചിപ്പിച്ച പോലെ തന്നെ ഒരു 9.5 വർഷം UAPA നിയമം പല കേസുകളിലായിട്ട് ചുമത്തപ്പെട്ട് 9.5 വർഷം വിചാരണ തടവുകാരനായിട്ട് ജയിലിൽ കഴിയുന്ന ഒരു സാഹചര്യം ജീവിതത്തിൽ എനിക്ക് ഉണ്ടായി. അപ്പോൾ ഈ 2015 മെയ് മാസത്തിൽ അറസ്റ്റ് ചെയ്യപ്പെടുന്നത് വരെ ഒരൊറ്റ ക്രിമിനൽ കേസ് പോലും എൻ്റെ പേരിലില്ല. നമ്മൾ അറസ്റ്റ് ചെയ്യപ്പെടുന്നു, അതിനുശേഷം ഈ പറയുന്ന 16ഓളം UAPA കേസുകൾ ചുമത്തപ്പെടുന്നു. നമ്മൾ തിയറിറ്റിക്കലായിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നു സ്റ്റേറ്റിൻ്റെ ഒരു ഓപ്പറേഷനെ സംബന്ധിച്ചും ഇതൊക്കെ നമ്മൾ ഈ പറയുന്ന പുറത്തുള്ള അനുഭവങ്ങൾ വെച്ച് മനസ്സിലാക്കുന്ന ചില കാഴ്ചപ്പാടുകൾ നമ്മളെ മനസ്സിലുണ്ട്. പക്ഷേ പിന്നീട് നമ്മൾ ആ രാഷ്ട്രീയ തലവിലേക്ക് കടക്കുന്ന സമയത്ത് UAPA ചുമത്തപ്പെട്ടതിന് ശേഷം നമ്മുടെ ജീവിതത്തിലൂടെ നമ്മളത് തിരിച്ചറിയുകയാണ്. ഈ പറയുന്ന നിയമം എങ്ങനെയാണ് ഒരു ജനദ്രോഹ നിയമമായി തീരുന്നത് എന്നുള്ളത് നമ്മുടെ അനുഭവത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ്. അപ്പോൾ എൻ്റെ കാര്യം തന്നെ എടുത്തു കഴിഞ്ഞാൽ 9 വർഷം 9.5 വർഷത്തിൽ 9 വർഷം റിമാൻഡ് തടവുകാരനായിരുന്നു. ഇപ്പോൾ ജാമ്യമാണ് നീതി, ജാമ്യമാണ് നിയമം, ഈ പറയുന്ന തടവെന്ന് പറയുന്ന എക്സെപ്ഷനാണ്, അപൂർവതയാണെന്ന് പറയുന്ന ഇവിടുത്തെ നിയമ സംവിധാനങ്ങളുണ്ടല്ലോ. ഈ കാര്യങ്ങളൊക്കെ പരിപൂർണമായിട്ടും കണ്ണടച്ചിരിക്കുകയായിരുന്നു വ്യക്തിപരമായിട്ട് നമ്മളുടെ കാര്യത്തിൽ. അപ്പോൾ ആ സമയങ്ങളിൽ തന്നെ നമ്മുടെ മനസ്സിലൂടെ കടന്നുപോയൊരു ഒരു ചിന്ത എന്ന് പറയുന്നത്, കേരളം പോലൊരു സമൂഹത്തിൽ ഈ പറയുന്ന ഒരു നിയമം ഏറ്റവും രൂക്ഷമായിട്ട് രാഷ്ട്രീയ പ്രവർത്തകരുടെ മുകളിൽ അടിച്ചേൽപ്പിക്കുമ്പോൾ അതിനനുസരിച്ചുള്ളൊരു തിരിച്ചുള്ളൊരു പ്രതികരണം കേരളീയ സമൂഹത്തിൽ നിന്നും ഉണ്ടാവുന്നില്ല. ഇപ്പോൾ ഒരു 80കൾ വരെ രാഷ്ട്രീയ തടവ് എന്നുള്ളത് വളരെ സജീവമായിട്ട് കേരളീയ സമൂഹത്തിൽ നിലനിന്നിരുന്നു. പക്ഷെ നമ്മുടെ കാലഘട്ടം വരുന്ന സമയത്ത്
അവിടെ ഒരു പരിപൂർണ്ണ നിശബ്ദത നമുക്ക് ഫീൽ ചെയ്യുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ജയിലിൽ നിന്ന് പുറത്തു വരുന്ന സമയത്ത് ഏറ്റവും അടിയന്തരമായി ഈ വിഷയത്തിൽ ഇടപെടണമെന്നുള്ളൊരു ആലോചന നമ്മുടെ മനസ്സിലുണ്ടായത്. അതിന്റെ ഭാഗമായിട്ടാണ് രാഷ്ട്രീയ തടവുകാരുമായിട്ടുള്ള ബന്ധപ്പെട്ട വിഷയങ്ങളിൽ നമ്മൾ നിലനിൽക്കുന്നത്. അതേപോലെ തന്നെ UAPA വിഷയമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ നമ്മൾ ഈ കാര്യങ്ങൾക്കകത്ത് പലതരത്തിലുള്ള ഇടപെടലുകൾ ഈ ഒരു വർഷത്തിനിടയിൽ നടത്തി മുന്നോട്ട് പോകുന്ന സമയത്ത് പുതിയ UDF ഗവൺമെന്റ് അധികാരത്തിൽ ഏറിയതിനു ശേഷം ഒരു മാസത്തിനുള്ളിൽ പ്രതിപക്ഷത്തായിരിക്കുന്ന സമയത്ത് പലപ്പോഴും രമേശ് ചെന്നിത്തലയും VD സതീശനും ഒക്കെ പല സ്റ്റേറ്റ്മെന്റുകളിലും പ്രത്യേകിച്ച് അലൻ ദാഹയുടെ ഒക്കെ വിഷയം വരുന്ന സമയത്ത് ആശയപ്രചരണം നടത്തുന്നതിൻ്റെ മുകളിൽ ഈ പറയുന്ന UAPA പോലുള്ള നിയമങ്ങൾ ഉപയോഗിക്കുന്നതിന് ഞങ്ങൾ എതിരാണ് എന്ന് വളരെ കൃത്യമായി ചില സ്റ്റേറ്റ്മെന്റുകൾ ആ വിഷയമായിട്ട് ബന്ധപ്പെട്ടിട്ട് പ്രതിപക്ഷത്തായിരിക്കുന്ന സമയത്ത് അവർ മുൻപോട്ട് വെച്ചിരുന്നു. പക്ഷെ അധികാരത്തിലേറി ഒരു മാസത്തിനുള്ളിൽ LDF ഗവൺമെന്റിന്റെ അവസാന സമയത്ത് കേരളത്തിലെ ഏറ്റവും കൂടുതൽ UAPA കേസുകൾ ചുമത്തപ്പെട്ടത് പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരിക്കുന്ന സമയത്താണ്. CPM-ന്റെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പേരിൽ അറിയപ്പെടുന്ന CPM-ന്റെ അതും അഖിലേന്ത്യാ പാർട്ടി CPM-ന്റെ കേന്ദ്ര കമ്മിറ്റി UAPA റിപ്പീൽ ചെയ്യണം, മറ്റേ അവരുടെ മാനിഫെസ്റ്റോയിൽ കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിലെ മാനിഫെസ്റ്റോയിലും UAPA എടുത്തു കളയണമെന്ന് നിലപാട് പറഞ്ഞ ഒരു രാഷ്ട്രീയ പാർട്ടിയാണ്. ആ രാഷ്ട്രീയ പാർട്ടിയുടെ കേരളത്തിലുള്ള അവർ നേതൃത്വം നൽകുന്ന ഗവൺമെന്റാണ് ഇന്ത്യയിൽ തന്നെ ഈ കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ ഏറ്റവും കൂടുതൽ UAPA കേസുകൾ ചുമത്തിയിരിക്കുന്നത്. പക്ഷെ ആ ഗവൺമെന്റ് പോലും ഒരു 2021 ശേഷം ഒരു പിന്നോട്ടടി അവർക്ക് ഉണ്ടായിട്ടുണ്ട്. അത് കേരളത്തിൽ ഉയർന്നു വന്ന പ്രത്യേകിച്ച് UAPA ചുമത്തുന്നതിനെതിരെ കേരളീയ സമൂഹത്തിലെ പൊതുമണ്ഡലത്തിൽ നമുക്ക് ഉയർന്നു വന്ന ഒരു തീർച്ചയായിട്ടും പ്രതിഷേധത്തിന്റെ തീർച്ചയായിട്ടും അതിനകത്ത് CPI പോലും മറ്റേ ഈ പറഞ്ഞ അധികാരത്തിന്റെ ഭാഗമായിരിക്കുന്ന CPI പോലും ചില നിർണായകമായ നിലപാടുകൾ അതുമായിട്ട് ബന്ധപ്പെട്ട് മുന്നോട്ട് വെക്കുന്നതിന്റെ ഭാഗമായിട്ടും കേരളത്തിന്റെ ഒരു പൊതുസമൂഹത്തിൽ നിന്ന് ഉയർന്നു വന്നു. പ്രത്യേകിച്ച് ഭീമ കുറവൻ കേസ്, അതിനുശേഷം സ്റ്റാൻ സ്വാമിയുടെ മരണം, അങ്ങനെ മൊത്തത്തിൽ ഉയർന്നു വന്ന ഒരു പ്രതിരോധത്തിന്റെ ഭാഗമായിട്ട് LDF ഗവൺമെന്റ് അവസാന സമയത്ത് ഈ പറയുന്ന UAPA ചുമത്തുന്ന കാര്യത്തിൽ ഒരു പിന്നോട്ട് പോക്ക് അവർ ഉണ്ടായിട്ടുണ്ട്. അതിനുശേഷം അതിന്റെ ഭാഗമായിട്ടാണ് രൂപേഷിനെതിരെ ഒരു കേസിൽ രൂപേഷിന് കീഴ്ക്കോടതിയിൽ മറ്റേ UAPA ഡിസ്ചാർജ് ചെയ്യുന്നു. സംസ്ഥാന ഗവൺമെന്റ് ഹൈക്കോടതിയിൽ അപ്പീൽ പോകുന്നു. ഹൈക്കോടതി സംസ്ഥാന ഗവൺമെന്റിനെതിരായിട്ട് വിധിക്കുന്നു. അവർ സുപ്രീം കോടതിയിൽ പോകുന്നു. പക്ഷെ സുപ്രീം കോടതിയിൽ പോയ പെറ്റീഷനിൽ നിന്ന് ഈ പറഞ്ഞ കേരള ഗവൺമെന്റ് പിന്മാറും. സർക്കാർ തന്നെ സുപ്രീം കോടതി കേസ് പിന്മാറുന്നു. അതൊക്കെ ഈ പറഞ്ഞ കേരളീയ സമൂഹത്തിൽ ഉയർന്നു വന്ന UAPAക്കെതിരെ ഉയർന്നു വന്ന ഒരു പ്രതിരോധത്തിന് മുന്നിൽ അവർ കളമശ്ശേരി സ്ഫോടന കേസ് 2024 അതിലെ UAPA സർക്കാർ ചുമത്തുകയുണ്ടായില്ല. അത് ഈ ഒരു പശ്ചാത്തലത്തിലായിരുന്നോ അതോ? തീർച്ചയായിട്ടും ഈ പറയുന്ന ഇതിന്റെ ഭാഗമായിട്ട് ഉയർന്നു വന്ന ഒരു അഭിപ്രായം രൂപീകരണം ഒരു പൊതുമണ്ഡലത്തിൽ UAPAക്കെതിരെ നിലനിന്നതിന്റെ ഭാഗമായിട്ട് കൂടിയാണ്. അല്ലാന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ അതൊരു മറ്റേ ഈ പറയുന്ന തലത്തിലേക്ക് കൊല്ലപ്പെട്ട അതെ. അപ്പൊ ഈ കേസിൽ മറ്റേ UAPA ചുമത്താവുന്ന മറ്റേ ഏറ്റവും കൃത്യമായിട്ടുള്ളൊരു കേസാണ്. വേണമെങ്കിൽ ഇതിന്റെ മുൻകാല സാധനങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഗവൺമെന്റിന് അത് വളരെ പെട്ടെന്ന് തന്നെ കൊണ്ടുവരും. അപ്പൊ ഇത് UAPAക്ക് അറിവിൽ പിന്നീട് UAPA ചേർത്തി ആർക്കെതിരെ ചുമത്തിയിട്ടില്ല. അതിനുശേഷം പല കേസുകളിലും ഈ UAPA സാങ്ഷൻ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഒരു സാങ്ഷൻ കൊടുക്കണം. ഈ പറഞ്ഞ 43D പ്രകാരം ഒരു ഇൻഡിപെൻഡന്റ് അതോറിറ്റി. അതെ. അത് ഇൻഡിപെൻഡന്റ് അതോറിറ്റി എന്ന് പറഞ്ഞാലും ഗവൺമെന്റ് ഫോം ചെയ്യുന്ന ഒരു സാധനമാണ്. പക്ഷെ അതൊരു മറ്റേ ഒരു കടമ്പ എന്ന് പറയുന്നത് പോലെ ആ സമിതിയുടെ മുൻപിൽ 7 ദിവസത്തിന് മുൻപിൽ വരണം. 7 ദിവസത്തിനുള്ളിൽ ആ സമിതിയുടെ മുൻപിൽ വന്നതിന് ശേഷം 7 ദിവസത്തിനുള്ളിൽ ആ സമിതി റിപ്പോർട്ട് സമർപ്പിക്കണം. അപ്പൊ അങ്ങനെയുള്ള കുറച്ച് പ്രൊസീഡിങ്സ് മറ്റേ ഇതിനകത്ത് നടക്കണം. അപ്പോൾ ഈ പറയുന്ന പ്രൊസീഡിങ്സ് കൃത്യമല്ല എന്നുള്ള കാരണം കൊണ്ട് തന്നെ പല കേസുകളിലും കീഴ്ക്കോടതിയിൽ UAPA ഡിസ്ചാർജ് ചെയ്യപ്പെടുന്ന സംഭവമാണ്. അപ്പൊ അതിനെതിരെയാണ് മറ്റേ കേരള ഗവൺമെന്റ് സുപ്രീം കോടതിയിൽ പോവുകയും രൂപേഷിന്റെ കേസിൽ പക്ഷെ ഈ പറയുന്നത് അപ്പീലിൽ നിന്ന് പിന്മാറുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അപ്പം ഇങ്ങനെ നിൽക്കുന്ന ഒരു അവസ്ഥയിൽ UDF ഗവൺമെന്റ് അന്ന് കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ആളുകളൊക്കെ ഈ പൊതുസമൂഹത്തിൽ നിന്ന് ഉയർന്നു വരുന്ന പ്രതിരോധത്തിന്റെ പക്ഷത്താണ് തങ്ങളെന്ന് അടയാളപ്പെടുത്തിയ ആളുകളാണ്. ഒരിക്കലും അവരായിട്ട് ഇത്തരം കാര്യങ്ങളിൽ ഇനീഷ്യേറ്റീവ് എടുത്തിട്ടില്ല. മറിച്ച് കേരളത്തിന്റെ ഒരു പൊതുമണ്ഡലത്തിൽ ഉയർന്നു വരുന്ന ഇത്തരം ജെനുവിനായിട്ടുള്ള വിമർശനങ്ങളോട് ഞങ്ങളും ചേർന്ന് നിൽക്കുന്നു എന്ന് പറയുന്ന ഒരു ചിത്രം അവർ സൃഷ്ടിച്ചിരുന്നു. അപ്പൊ സ്വാഭാവികമായിട്ടും അതിൻ്റെയും കൂടെ
ഒരു ഒരു അനുകൂലമായിട്ടുള്ള അന്തരീക്ഷം ഉണ്ടായതുകൊണ്ടാണ് അവർക്ക് അധികാരത്തിലേക്ക് വരുന്നത്. അപ്പോൾ അധികാരത്തിൽ വന്നതിന് ശേഷം എന്താണ്, വളരെ പെട്ടെന്ന് തന്നെ ഒരു മാസത്തിനുള്ളിൽ തന്നെ ഇവിടുത്തെ മറ്റേ LDF ഗവൺമെന്റ് ചെയ്തതിനേക്കാളും അതിരൂക്ഷമായിട്ട് ഈ പറഞ്ഞ UAPA നിയമം വീണ്ടും പ്രയോഗിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ UDF ഗവൺമെന്റ് ഭാഗത്തു നിന്നുണ്ടാകുന്നു. അങ്ങനെ 2013 നടന്നു എന്ന് പറയപ്പെടുന്ന ഒരു മാവോയിസ്റ്റ് പാർട്ടിയുടെ ഒരു സംസ്ഥാന കമ്മിറ്റി യോഗം ഈ പറയുന്ന ബാണാസുര സാഗർ ഡാമിന്റെ ഏതോ വനപ്രദേശത്ത് വെച്ച് ഒരുമിച്ച് കൂടി. ഏതെങ്കിലും തരത്തിലുള്ള വയലൻസോ സാധനങ്ങളോ ഒന്നും അല്ല അതിനകത്തും ആരോപിക്കുന്നത്. മാവോയിസ്റ്റ് പാർട്ടിയുടെ ഒരു സംസ്ഥാന കമ്മിറ്റി ഏതോ ഒരു കാട്ടില് ഈ ബാണാസുര ഡാമിന്റെ പരിസരത്തുള്ള ഏതോ ഒരു കാട്ടിൽ കൂടി എന്ന് പറഞ്ഞിട്ട് 25ഓളം പേരെ പ്രതിയാക്കിയിട്ടുണ്ട്. അതിനകത്ത് ചില ആളുകൾ കൊല്ലപ്പെട്ടിരിക്കുന്നു, ചില ആളുകൾ ഇന്ന് ഈ പറയുന്ന പലതരത്തിലുള്ള ജനാധിപത്യ സ്പേസിൽ, ഡെമോക്രാറ്റിക് സ്പേസിൽ ഈ പറയുന്ന പലതരത്തിലുള്ള ആക്ടിവിസത്തിൽ ഏർപ്പെട്ടിരിക്കുന്നു, ചില ആളുകൾ രാഷ്ട്രീയ പൊതുപ്രവർത്തനം തന്നെ അവസാനിപ്പിച്ച് വ്യക്തി ജീവിതത്തിലേക്ക് മടങ്ങിപ്പോയിരിക്കുന്നു. ഈവൻ രൂപേഷ് പോലും ആ കേസിൽ പ്രതിയാണ്. ഏകദേശം 10 വർഷത്തോളം തടവിലായി അതിനുശേഷം പുറത്തു വന്നതിന് ശേഷം 2013 നടന്നു എന്ന് പറയുന്ന ഒരു സംഭവത്തിന്റെ പേരിൽ അതൊരു സംസ്ഥാന കമ്മിറ്റി യോഗം കൂടി എന്ന് പറയുന്ന ഒരു സംഭവം പറഞ്ഞിട്ട് ഈ പറയുന്ന 2026 മറ്റേ ആ കേസ് വീണ്ടും എടുക്കുകയും അതിന്റെ ഭാഗമായിട്ട് അന്വേഷണത്തിൽ ഹാജരാകാൻ പറഞ്ഞിട്ട് വിവിധ ആളുകൾക്ക് നോട്ടീസ് കൊടുക്കുകയും ചെയ്തു. അങ്ങനെ പാലക്കാടുള്ള ഷൈൻകുമാർ എന്ന് പറയുന്ന അയാളും ഈ പറയുന്ന പൊതുപ്രവർത്തനമൊക്കെ അവസാനിപ്പിച്ച് ഏകദേശം അവിടെ പാലക്കാട് ഒരു ട്യൂട്ടോറിയൽ ഒരു സ്പോക്കൺ ഇംഗ്ലീഷ് സ്ഥാപനമൊക്കെ നടത്തി അങ്ങനെ മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയാണ്. അയാളെ ചോദ്യം ചെയ്യലിന് വിളിപ്പിക്കുന്നു. ചോദ്യം ചെയ്യലിന് വിളിപ്പിച്ചതിന് ശേഷം അതിഭീകരമായിട്ടുള്ള സമ്മർദ്ദം അയാളുടെ മുകളിൽ ചുമത്തുന്നു. എന്തിന്? ബാക്കിയുള്ള ആളുകളെ ഈ പറയുന്ന അവർക്കെതിരായിട്ട് മൊഴി കൊടുക്കണമെന്നുള്ള തരത്തിലേക്ക് അതെ ആ തരത്തിലേക്കുള്ള സമ്മർദ്ദമാണ് അയാളുടെ മുകളിലും ചുമത്തുന്നത്. അപ്പോൾ ഒരു UDF ഗവൺമെന്റ് അധികാരത്തിൽ വന്ന ഒരു മാസത്തിനുള്ളിൽ ഇത് ചെയ്യുന്ന ATS ആണ്. കേരള പോലീസിന്റെ കീഴിലുള്ള ATS എന്ന് പറയുന്ന സ്പെഷ്യൽ വിഭാഗമാണ്. ക്രൈംബ്രാഞ്ചിന്റെ കീഴിലുള്ള ATS ആണ് ഈ നടപടികൾ ചെയ്യുന്നത്. അപ്പോൾ ഒരു മാസത്തിനുള്ളിൽ ഇവർക്ക് ഈ ധൈര്യം എവിടുന്ന് ലഭിച്ചു ഈ തരത്തിലേക്ക് ഇടപെടാനുള്ള? അപ്പോൾ രൂപേഷ്, ഷൈൻ അടക്കം 25ഓളം ആളുകളാണ് അതിനകത്ത് പ്രതി ലിസ്റ്റിൽ. അപ്പൊ ഇത്തരം ഒരു സാഹചര്യത്തിൽ നമ്മൾ UDF ഗവൺമെന്റിന്റെ നേതൃത്വത്തിലുള്ള മുഖ്യമന്ത്രിയെയും ആഭ്യന്തരമന്ത്രിയും നേരിട്ട് കാണുകയും കേരളത്തിലെ പൊതുസമൂഹത്തിൽ, ഈ ജനാധിപത്യ സമൂഹത്തിൽ ഇതിനെതിരെയുള്ള ഒരു അഭിപ്രായ രൂപീകരണം നടക്കുന്നു എന്നുള്ളത് അവരെ അറിയിക്കാനും വേണ്ടി നമ്മളൊരു നിവേദനം തയ്യാറാക്കുന്നു, മെമ്മോറണ്ടം തയ്യാറാക്കുന്നു. അതിനകത്ത് സച്ചിദാനന്ദൻ, സെബാസ്റ്റ്യൻ പോള്, സാറ ജോസഫ്, ഖദീജ മുംതാസ്, അങ്ങനെ കേരളത്തിൽ ഈ പറയുന്ന നിലപാടുകൾ എടുക്കാൻ സാധിക്കുന്ന വ്യക്തിത്വങ്ങളൊക്കെ ആ നിവേദനത്തിൽ ഒപ്പിടുകയും ഗവൺമെന്റിനോട് ഈ പറയുന്ന UAPA എന്ന് പറയുന്ന ജലദ്രോഹ നിയമം ശക്തിപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു ഇടപെടലിൽ നിന്ന് UDF ഗവൺമെന്റ് പിന്മാറണമെന്നും കേരളത്തിൽ നിലനിൽക്കുന്ന UAPA കേസുകൾ ഉടനടിയായി രാഷ്ട്രീയ പ്രവർത്തകർക്കെതിരെ ചുമത്തിയിരിക്കുന്ന UAPA കേസുകൾ ഉടനടി പിൻവലിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടൊരു മെമ്മോറണ്ടം കൊടുക്കാൻ വേണ്ടിയാണ് ആഭ്യന്തരമന്ത്രിയെ കാണാനായിട്ട്. ഈ ഒറ്റൊരു കേസ് മാത്രമല്ല ഉണ്ടായിരുന്നത്. ഇപ്പൊ രൂപേഷിന്റെ പേരിൽ 2013 അവര് ഡിറ്റക്ട് ചെയ്യും, പിന്നീട് 2022 ചുമത്തുകയും ചെയ്ത ആ കേസ് മാത്രമാണ് ഇപ്പൊ നിലവിലുള്ള. മറ്റ് ചില കേസുകൾ ഉണ്ടെന്നാണ് ഞാൻ. അതെ. അതിനുശേഷം എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ ഇത് അവർ നേരിട്ട് ഈ പറയുന്ന ചോദ്യം ചെയ്യലിലേക്ക് കടന്ന ഒരു ഇൻസിഡന്റ് ആണ് ഇത് പറയുന്നത്. അതല്ലാതെ ഇപ്പൊ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വിവിധ കോടതികളിൽ UAPA ഡിസ്ചാർജ് ചെയ്യപ്പെട്ട പല കേസുകളുണ്ടല്ലോ. ഈ കേസുകളിൽ ഇപ്പോൾ UAPA ഡിസ്ചാർജ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ളത് അതിനകത്ത് സാധാരണ IPC ഒഫൻസ് ആണ്. ആ IPC ഒഫൻസ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും തരത്തിൽ ഗുരുതരമായ കേസുകളല്ല, ഈ പറയുന്ന കീഴ്ക്കോടതികളിൽ വിചാരണ ചെയ്യപ്പെട്ട. അതെ. JM കോർട്ടിൽ, മജിസ്ട്രേറ്റ് കോർട്ടുകളിൽ ഒരു 3 വർഷമോ 4 വർഷമോ ഒക്കെ ആളുകളെ ശല്യപ്പെടുത്തി, ഈ പറയുന്ന അനുവാദമില്ലാതെ വീടുകളിൽ കയറി എന്നൊക്കെ പറയുന്ന ഏറ്റവും നിസ്സാരമായിട്ടുള്ള ചില കാര്യങ്ങളാണ് ആ കേസുകളിൽ വരിക. അതിപ്പോൾ JM കോർട്ടുകളിൽ അതിന്റെ ട്രയൽ നടന്നു തുടങ്ങി. പല കേസുകളിലും UAPA ഡിസ്ചാർജ് ചെയ്യപ്പെട്ടു. ഇത് ഊതി വീർപ്പിച്ച ബലൂണാണല്ലോ. അതിനകത്ത് ഈ UAPA എന്ന് പറയുന്ന കാറ്റ് പോയി കഴിഞ്ഞാൽ അത് ചുക്കിച്ചുടങ്ങി ഈ പറയുന്ന ഏതെങ്കിലും ഒരു JM കോർട്ടിലേക്ക് പോകും. ആ ഈ നടപടികൾ നമ്മുടെ രാഷ്ട്രീയ പ്രവർത്തകർക്കെതിരെ UAPA ഡിസ്ചാർജ് ചെയ്യപ്പെട്ടിട്ട് JM കോർട്ടിൽ നടപടികൾ നടന്നു വരുന്ന എല്ലാ കേസിലും ഇപ്പൊ ഇവര് പോയിട്ട് ഒരു മെമ്മോ ഫയൽ ചെയ്തു. ഈ വിചാരണ ഇവിടെ നിർത്തിവെക്കണം, ഈ കേസിൽ UAPA ചുമത്തിയിരുന്നു,
ആ UAPA മറ്റേ ഡിസ്ചാർജ് ചെയ്യപ്പെട്ടു, ഞങ്ങൾ ഹയർ കോടതികളിലേക്ക് അപ്പീലിന് പോവുകയാണ്. അപ്പൊ ഇത് UAPA പുനഃസ്ഥാപിക്കപ്പെട്ട് കഴിഞ്ഞാൽ വീണ്ടും സെഷൻസ് കോർട്ടിലാണ് ഈ കേസ് നടക്കുക. അതുകൊണ്ട് ഇവിടുത്തെ വിചാരണ നടപടികൾ അവസാനിപ്പിക്കണമെന്ന് പറഞ്ഞ് പല കോടതികളിലും മെമ്മോ. ഏതൊക്കെ കോടതികളിലാണ്, എത്ര എണ്ണം അങ്ങനെ സംഭവിച്ചതായിട്ട് അറിയാം? അതിന്റെ ഡീറ്റെയിൽസ് നമ്മുടെ അഭിഭാഷകർക്ക് അതിന്റെ കൃത്യം കണക്കുകൾ അറിയാം. അതിന്റെ കൃത്യം കണക്കുകൾ എൻ്റെ കയ്യിലില്ല. പക്ഷെ പല കോടതികളിലും ഈ പറയുന്ന കീഴ്ക്കോടതികളിൽ ഈ പറയുന്ന തരത്തിലേക്ക് മെമ്മോ ഫയൽ ചെയ്യുന്ന ഒരു അവസ്ഥ. അതേപോലെ തന്നെ UAPA മറ്റേ സാങ്ഷൻ കൊടുക്കാതിരുന്ന കേസുകളിൽ പല കേസുകളിലും ഈ പറയുന്ന സാങ്ഷൻ അതോറിറ്റി മറ്റേ സാങ്ഷൻ കൊടുക്കണമല്ലോ. അപ്പോൾ LDF ഗവൺമെന്റിന്റെ മറ്റേ അവസാന സമയത്ത് സാങ്ഷൻ കൊടുക്കാതിരുന്ന പല കേസുകളുള്ളൂ. ആ കേസുകളിൽ ഇപ്പോൾ ഒരു പുനർവിചിന്തനത്തിന്റെ വീണ്ടും UAPA ചുമത്താനുള്ള സാധ്യതകളുണ്ടോ എന്നുള്ള പരിശോധന. അങ്ങനെ എല്ലാ തരത്തിലും UAPA വീണ്ടും പുതിയ കേസുകൾ ഇടുന്നു, ഡിസ്ചാർജ് ചെയ്യപ്പെട്ട കേസുകളിൽ അപ്പീൽ പോകുന്നു, സാങ്ഷൻ കൊടുക്കാതിരുന്ന കേസുകളിൽ വീണ്ടും സാങ്ഷൻ കൊടുക്കാൻ പോകുന്നു. അങ്ങനെ എല്ലാ തരത്തിലും UAPA എന്ന് പറയുന്ന നിയമം ഉപയോഗിക്കുന്ന ഒരു സാഹചര്യം ഒരു മാസത്തിനുള്ളിൽ തന്നെ രൂപപ്പെടുകയാണ്. അപ്പൊ അത്ര ഒരു അവസ്ഥയിൽ മുൻപ് നിങ്ങൾ സ്വീകരിച്ചിരുന്ന ചില നിലപാടുകളുണ്ട്. അപ്പോൾ ആ നിലപാടുകളിൽ നിന്ന് നിങ്ങൾ പിന്നോട്ട് പോകാൻ പാടില്ല. ഈ പറയുന്ന UAPA എന്ന് പറയുന്ന ജനദ്രോഹ നിയമം ഇവിടുത്തെ രാഷ്ട്രീയ പ്രവർത്തകരുടെ ഇടയിൽ നിങ്ങൾ അവരെ അടിച്ചമർത്താൻ വേണ്ടി, എതിർ രാഷ്ട്രീയ അഭിപ്രായമുള്ള ആളുകളെ അടിച്ചമർത്താൻ വേണ്ടി നിങ്ങൾ ഉപയോഗിക്കുന്നത് ശരിയല്ല. അതിൽ നിന്ന് പിന്മാറണമെന്ന് കേരളത്തിലെ പൊതുസമൂഹത്തിലെ പ്രതീകങ്ങളായുള്ള ആളുകളുടെ ഒപ്പുവാങ്ങി ഗവൺമെന്റിന് മുന്നിലേക്ക് കൊടുക്കാൻ വേണ്ടിയാണ് നമ്മൾ പോയത്. നേരത്തെ ഇതിനെ കുറിച്ച് പറഞ്ഞു, അതായത് ഒരു ഇൻഡിപെൻഡന്റ് അതോറിറ്റി ഇത് പരിശോധിച്ചിട്ട് ശേഷം വേണം ഇത്തരം കേസുകൾ ചുമത്താൻ എന്ന് പറയുന്ന നിയമത്തിന്റെ ഒരു വകുപ്പിനെ കുറിച്ച് പറയണ്ട. ഇത് യഥാർത്ഥത്തിൽ UAPA കേസുകളിൽ ഒരു സത്യസന്ധമായ രീതിയിൽ നടക്കുന്നില്ല എന്നുള്ള തോന്നലുണ്ടോ? ഇപ്പോ അതായത് ഏത് നിയമമാണെങ്കിലും ആ നിയമം നടപ്പിലാക്കപ്പെടണമെങ്കിൽ പൊതുസമൂഹത്തിൽ ഉയർന്നു വരുന്ന രാഷ്ട്രീയ ചിന്ത തന്നെയാണ് ആ നിയമത്തിന്റെ പ്രയോഗത്തിനെ നടപ്പിൽ വരുത്തുന്നത്. ഇപ്പൊ നമ്മൾ തന്നെ ഉദാഹരണം എടുക്കാം. 2015 മുതൽ 2019-20 വരെ എല്ലാ കേസിലും ഈ പറയുന്ന ഏറ്റവും നിസ്സാരമായ, ഇപ്പൊ നമ്മളൊരു പോസ്റ്റർ ഒട്ടിച്ചു, കേരളത്തിൽ എത്ര കേസുകളാണ് തെരഞ്ഞെടുപ്പ്, ഈ പറയുന്ന തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ പാടില്ല അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കണം ഇന്ന കാരണങ്ങൾ കൊണ്ട് ഞങ്ങൾ തെരഞ്ഞെടുപ്പിനെ ബഹിഷ്കരിക്കുന്നു എന്ന് പറഞ്ഞ് പോസ്റ്റർ ഒട്ടിച്ച കേസുകളിൽ 100-ലധികം UAPA കേസുകളുണ്ട്. അപ്പം ആ സമയങ്ങളിലൊന്നും ഈ പറയുന്ന സാങ്ഷൻ അതോറിറ്റി ഇത് ഏറ്റവും ഉപരിപ്ലവമായ ചില ആരോപണങ്ങളാണ് എന്നൊരു ചിന്ത ഈ പറയുന്ന സാങ്ഷൻ അതോറിറ്റിക്ക് വന്നില്ല. ഹോം സെക്രട്ടറി കൊടുക്കുന്ന സാധനങ്ങൾ അങ്ങനെ തന്നെ ഒപ്പിട്ട് കൊടുക്കുന്ന അവസ്ഥ. പക്ഷെ അതിനുശേഷം ഒരു നമ്മൾ മുൻപ് സൂചിപ്പിച്ചതുപോലെ 2021 ശേഷം എന്ത് സംഭവിക്കുന്നു? ഈ പറയുന്ന നിയമത്തിലെ സാധ്യതകൾ ഉപയോഗിക്കുന്ന തരത്തിലേക്ക് അവർക്ക് ആ പറയുന്ന തരത്തിലേക്ക് അവർ നിർബന്ധിക്കപ്പെടുന്നു. അപ്പം ഒരു ജനാധിപത്യ സമൂഹത്തിന്റെ ആരോഗ്യമെന്ന് പറയുന്നത് നിയമങ്ങളോ അല്ലെങ്കിൽ ഈ പറയുന്ന സംവിധാനങ്ങളോ ഒന്നുമല്ല, മറിച്ച് ആ സൊസൈറ്റി അതിനെ എങ്ങനെ കാണുന്നു. ഇപ്പോൾ UAPAക്കെതിരെ ശക്തമായ ജനകീയ വികാരം ഉയർന്നു വന്ന സമയത്താണ് ഈ സാങ്ഷൻ അതോറിറ്റി അവിടെ പ്രയോഗിക്കപ്പെടും. അപ്പൊ സാങ്ഷൻ അതോറിറ്റി അല്ല അതിനകത്ത് കാര്യം, പൊതുസമൂഹത്തിൽ നമ്മൾ എങ്ങനെ ഈ ആശയങ്ങൾ എത്തിക്കുന്നു, ഇതിനകത്ത് നിലപാടുകൾ രൂപീകരിക്കും. പൊതുസമൂഹത്തിന്റെ ഭാഗത്ത് നിന്ന് ഒരു സമ്മർദ്ദം ഉണ്ടാകുന്ന സമയത്താണ് LDF സർക്കാർ ഇതിന് പിന്മാറിയത്. പിന്നീട് ഇപ്പോ വീണ്ടും അത് ലൂസായ സമയത്ത് ആയിരിക്കാം UDFന്റെ സമയത്ത് ഉണ്ടായെന്നാണ് കരുതുന്നത്. കഴിഞ്ഞ സർക്കാരിന്റെ സമയത്ത് 10 വർഷം ഭരിച്ചിരുന്നു. ഈ കഴിഞ്ഞ സമയത്ത് എനിക്ക് തോന്നുന്നത് കേരളത്തില് ഏറ്റവും കൂടുതൽ എൻകൗണ്ടർ കില്ലിങ്ങുകൾ നടന്ന ഒരു ടേമാണ്, 2 ടേമുകളായിട്ടാണ് നടന്നത്. എനിക്ക് തോന്നുന്നു കേരളത്തിൽ ഇതുവരെ ഇത്രയ്ക്കും എണ്ണം എൻകൗണ്ടർ കില്ലിങ്ങുകൾ നടന്നിട്ടില്ല. അതൊന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ആ സമയത്ത് തന്നെ രൂപേഷ് ജയിലിലുള്ള സമയത്താണ് തോന്നുന്നു ഒരു കത്ത് എഴുതിയിരുന്നു. അതായത് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ സമയത്ത് വെടിവെച്ച് കൊല്ലുക എന്ന് പറയുന്ന ഒരു ഏർപ്പാടുകൾ ഇല്ലാതിരുന്നു എന്നും പിന്നീട് ആണ് ഇതിലേക്ക് പിണറായി സർക്കാർ പോകുന്നത് രണ്ടാമത്തെ പോയിന്റ്. മൂന്നാമത്തെ ഒരു പോയിന്റ്, ഈ കഴിഞ്ഞ 10 വർഷത്തിനിടയ്ക്ക് ഒരിക്കൽ പോലും ഒരു മാവോവാദി പ്രവർത്തകനോ അല്ലെങ്കിൽ അതുപോലെ ആളുകളോ ഒരിക്കലും സർക്കാരിനെ സമീപിക്കുകയും ചെയ്തിട്ടില്ല. ഇങ്ങനെ പലതരം വൈരുദ്ധ്യങ്ങൾ ഇതിന്റെ ഭാഗത്ത് നിലനിൽക്കുന്നത്. ഞാൻ 3 കാര്യങ്ങളാണ് ഉന്നയിച്ചത്. എന്തുകൊണ്ടാണ് കഴിഞ്ഞ ടേമിൽ ഇതൊന്നും നടക്കാതെ പോവുകയും ഈ ടേമിൽ എന്തുകൊണ്ടാണ് അത് UAPA ചേർത്താൻ തുടങ്ങുന്ന ഇവരെ കാണാനുള്ള സ്പേസ് ഉണ്ടാവുന്നു, മറ്റും കാണാനുള്ള സ്പേസ് ഉണ്ടാവുന്നില്ല? രൂപേഷ് നേരത്തെ പറഞ്ഞ പോലെ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ സമയത്ത് വെടിവെക്കാൻ പാടില്ല എന്നുള്ളൊരു പൊസിഷൻ അവരെടുത്തിരുന്നു.
എന്നാൽ ഇവിടെ വെടിവെക്കുകയും ചെയ്തു. അതോടൊപ്പം മറ്റൊരു കാര്യം എനിക്ക് തോന്നിയിട്ടുള്ളതെന്ന് വെച്ചാൽ പൊതുവില് ഇടതുപക്ഷം കുറച്ച് അധികമായി ഓവർ ആക്ട് ചെയ്തതായിട്ട് ആളുകൾ മനസ്സിലാകുന്നു. കഴിഞ്ഞ ദിവസം ഞാൻ ഈ ഒരു വിഷയമായിട്ട് വന്നിട്ട് രൂപേഷനായിട്ടും സംസാരിച്ചിരുന്നു. രൂപേഷ് പറയുന്നത് സർക്കാരിനേക്കാൾ ഇതിലൊരു താല്പര്യം പോലീസിനാണെന്നാണ് രൂപേഷ്. ഇത്രയും കാര്യങ്ങളെ കുറിച്ച് എങ്ങനെയാണ്? ഇപ്പോ പ്രധാനമായിട്ടും ഈ കഴിഞ്ഞ 10 വർഷം നടന്ന ഇപ്പോ LDF ഗവൺമെന്റ് ഈ പറഞ്ഞ ഇവിടെ നടന്നു എന്ന് പറയുന്ന മാവോയിസ്റ്റ് രാഷ്ട്രീയ പ്രവർത്തനത്തിനോട് ഏത് സമീപനം സ്വീകരിച്ചു എന്നുള്ളത് നമുക്ക് സ്വാഭാവികമായിട്ടും മാഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ അവരുടെ ഔദ്യോഗിക നയം CPM എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി മാവോയിസം എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രയോഗത്തിനോട് ആശയത്തെ ആശയം കൊണ്ട് തന്നെ നേരിടണം എന്നുള്ള നിലപാട് ഔദ്യോഗികമായി വെക്കുമ്പോൾ തന്നെ അധികാരത്തിന്റെ ഭാഗമായിട്ട് വരുമ്പോൾ ഇവിടെ ഏതൊരു അധികാര വർഗവും അതിപ്പോ റൂളിംഗ് ക്ലാസിന്റെ ഭാഗമായിട്ട് വരുന്ന ഏതൊരു സെക്ഷനും എടുക്കുന്ന നിലപാടുകൾ മാത്രമാണ് CPM ആ കാര്യത്തിൽ എടുക്കാൻ കഴിയും. ഉമ്മൻചാണ്ടി അധികാരത്തിലിരിക്കുന്ന സമയത്ത് തന്നെയാണ്. അല്ല, അതിലേക്കാണ് ഞാൻ വരുന്നത്. അപ്പം ഇവിടെ ഒരു മാവോയിസ്റ്റ് രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഒരു അതിൻ്റെ ഒരു മറ്റേ വലിയ രീതിയിലുള്ള ഒരു ഇടപെടിയിൽ ഈ പറയുന്ന 2014 ശേഷം പ്രത്യേകിച്ച് വെസ്റ്റേൺ ഗാർഡ്സ് കേന്ദ്രീകരിച്ചിട്ട് ഒരു മാവോയിസ്റ്റ് രാഷ്ട്രീയത്തിന്റെ ഒരു പ്രചരണ പ്രവർത്തനങ്ങൾ ധാരാളമായിട്ട് നടന്ന സമയമാണ്. അത് കേരളത്തിലെ പൊതുസമൂഹത്തിൽ നമുക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ്. അപ്പോൾ അങ്ങനെ പ്രത്യക്ഷമായിട്ട് തന്നെ അതിൻ്റെ ഒരു ആശയ പ്രചരണം പ്രത്യേകിച്ച് കേരളത്തിന്റെ ഒരു വെസ്റ്റേൺ ഗാർഡ്സിന്റെ ഒരു മേഖലകളിൽ തന്നെ വ്യാപകമായിട്ട് നടക്കുന്ന സമയത്ത് ഇവിടുത്തെ മറ്റേ RSS ഫാസിസം എങ്ങനെ ആ രാഷ്ട്രീയത്തെ നേരിടുമോ അതേ രീതിയിൽ മാത്രമാണ് കോൺഗ്രസിനാണെങ്കിലും CPM-നാണെങ്കിലും ഇവിടെ നിലനിൽക്കുന്ന അധികാരവർഗത്തിന്റെ ഭാഗമായിട്ടുള്ള ഏതൊരു രാഷ്ട്രീയ പാർട്ടിക്കും ആ ആശയ പ്രചരണത്തെ നേരിടാൻ കഴിയും. ആ തരത്തിൽ തന്നെയാണ് CPM അതിനെ നേരിട്ടത്. അപ്പോൾ ഇപ്പൊ ഞാൻ ഈ കാര്യം തന്നെ എടുക്കാം. ഞാൻ ആദ്യമായിട്ട് നമ്മൾ ഈ നിവേദനം കൊടുക്കാൻ പോകുന്നതിന് ഒരാഴ്ച മുൻപ് ആഭ്യന്തരമന്ത്രിയെ കാണാൻ വേണ്ടി നമ്മളവിടെ പോകുന്നുണ്ട്, ഈ അപ്പോയിന്റ്മെന്റ് എടുക്കാൻ വേണ്ടി, 2ാമത്തെ അപ്പോയിന്റ്മെന്റ് എടുക്കാൻ വേണ്ടി. അപ്പൊ ഞാൻ ആദ്യത്തെ ദിവസം പോകുമ്പോൾ സാധാരണമായിട്ട് അവിടെ നമ്മൾ വളരെ ഈ പറയുന്ന നമ്മളൊരു പഞ്ചായത്ത് ഓഫീസിൽ കയറി പോകുന്ന ലാഘവമേ ഉള്ളൂ ഈ പറയുന്ന ആഭ്യന്തരമന്ത്രിയെ കാണാൻ വേണ്ടി. അപ്പൊ നമ്മൾ അനക്സിൽ പോകുന്നു, ID കാർഡ് കൊടുക്കുന്നു, അവർ ID കാർഡ് രേഖപ്പെടുത്തുന്നു. അതിനുശേഷം എന്നോട് പറയുന്നു ആഭ്യന്തരമന്ത്രിയുടെ ഓഫീസ് ഇന്ന ഭാഗത്താണെന്ന് പറഞ്ഞു. ഞാൻ തനിയെ പോകുന്നു, അവിടെ നടന്നു കയറുന്നു, ലിഫ്റ്റ് കയറി മേളിൽ പോകുന്നു. അവിടെ ചെന്നപ്പോൾ ഒരാൾക്കൂട്ടം തന്നെ ഇത് തുറന്നു. ഞാനെന്തോ ഭയങ്കര ഒരു പല കടമകൾ കടന്നിട്ട് വേണം പോകാനെന്ന് പറഞ്ഞു പോകുമ്പോൾ ആ റൂം ആഭ്യന്തരമന്ത്രിയുടെ ചേംബർ തുറക്കുന്ന സമയത്ത് ഒരു 100ഓളം ആളുകളുണ്ട്. ഞാനും അതിനകത്ത് ഒരാളായിട്ട് അവിടെ പോയി നിൽക്കുന്നു. അവിടെ മുഴുവൻ നിവേദനങ്ങൾ കയ്യിൽ പിടിച്ചിരിക്കുകയാണ്. അപ്പൊ രമേശ് ചെന്നിത്തല ഓരോരുത്തരുടെ നിവേദനം വാങ്ങുന്നു, നോക്കുന്നു, അതിനകത്ത് അഭിപ്രായങ്ങൾ പറയുന്നു, പലതരത്തിൽ ആ കാര്യങ്ങൾ ഡിസ്പോസ് ചെയ്യുന്നു. എൻ്റെ കയ്യിൽ നിവേദനം ഇല്ല, കാരണം ഞാൻ ഡേറ്റ് വാങ്ങാൻ വേണ്ടിയാണല്ലോ പോകുന്നത്. അപ്പൊ ഞാനൊരു 1/2 മണിക്കൂർ 3/4 മണിക്കൂർ 1 മണിക്കൂർ ഏകദേശം ആ ചേംബറിൽ നിൽക്കുകയും അതിനകത്ത് ഒരു 1/2 മണിക്കൂർ ഇദ്ദേഹത്തിന്റെ മേശയുടെ മുൻപിൽ ഇങ്ങനെ നിൽക്കുക. ബാക്കിയുള്ള ആളുകൾ അപ്പോൾ അദ്ദേഹം ബാക്കിയുള്ള ആളുകൾ ഉള്ള ആളുകളുടെ നിവേദനം വാങ്ങിച്ച് ഇത് കൊടുക്കുന്നു. എന്നെ നിവേദനം ഇല്ലാത്തതുകൊണ്ട് ആളിങ്ങനെ നോക്കി നിൽക്കുക. അപ്പൊ നമ്മൾ പുറകിൽ പോയിട്ട് പ്രൈവറ്റ് സെക്രട്ടറിയോട് പറഞ്ഞിട്ട് ഇതേപോലൊരു കാര്യത്തിന് വേണ്ടിയാണ് നമ്മൾ ഈ കേരളത്തിലെ സാംസ്കാരിക രാഷ്ട്രീയ പ്രവർത്തകർ UAPA നിയമത്തിനെതിരെ ഒപ്പിട്ടൊരു നിവേദനമുണ്ട്. ആ നിവേദനം അടുത്ത ദിവസം നേരിട്ട് കൊടുക്കാൻ വേണ്ടിയുള്ള ഡേറ്റ് കിട്ടാൻ വേണ്ടിയാണ് വന്നത്. അപ്പൊ അദ്ദേഹം പറഞ്ഞു ഇതേപോലെ 2 ദിവസം കഴിഞ്ഞിട്ടൊരു ഡേറ്റ് എന്നാൽ ആ ഡേറ്റിൽ വരൂ, ആഭ്യന്തരമന്ത്രി ഉണ്ടാവും എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ തിരിച്ചു പോകുന്നു. 2ാമത് വന്ന ദിവസം ആ എൻട്രൻസ് പോയിന്റ് മുതൽ ആഭ്യന്തരമന്ത്രിയുടെ ഓഫീസ് വരെ മുന്നിലും പുറകിലും 20ഓളം പോലീസുകാർ. ഓരോ സമയത്തും 3 കടമ്പകൾ, ഓരോ സമയത്തും ഫുൾ ബോഡി ചെക്കിങ്. അതേപോലെ ഉള്ളിൽ പോകുന്ന സമയത്ത് ഈ നമ്മുടെ എഴുതാനുള്ള പേനയടക്കം മുഴുവൻ കാര്യങ്ങളും, കുടിക്കാനുള്ള വെള്ളം, പേന അടക്കം ഈ പറയുന്ന നമ്മുടെ വാങ്ങി വെച്ച് ഷൈന എൻ്റെ കൂടെ വന്നിരുന്നു. 3 പ്രാവശ്യമാണ് ഷൈന ബോഡി സെർച്ചിങ് അടക്കം ചെയ്തിട്ട് മുകളിലേക്ക് കടത്തി വിടുന്നത്. അപ്പോൾ ആദ്യത്തെ ദിവസം ഏറ്റവും ഒരു ജനാധിപത്യ ഇടത്തിൽ ഏറ്റവും സർഗാത്മകമായി തന്നെ കാണാൻ പറ്റുന്ന ഒരു അഭിമുഖം 2ാമത്തെ പ്രാവശ്യം ആകുമ്പോഴേക്കും സെൻട്രൽ പ്രസിഡന്റ് പോലും ഈ 9 വർഷത്തിനിടയിൽ സെൻട്രൽ പ്രസിഡന്റ് പോലും ഈ തരത്തിലേക്കുള്ള സെർച്ചിങ്ങിന് നമ്മൾ വിധേയമായിട്ടില്ല. അത്തരത്തിലുള്ള സെർച്ചിങ്ങിന് വിധേയമായിട്ടാണ് ആഭ്യന്തരമന്ത്രിയെ കാണാൻ വേണ്ടി പോകുന്നത്. ഇതൊരു പക്ഷേ ആഭ്യന്തരമന്ത്രിക്ക് അറിയണമെന്നില്ല യഥാർത്ഥത്തിൽ അവിടെ എന്താണ് നടന്നത്.
ആദ്യത്തെ ദിവസം നമ്മൾ പോകുന്ന കാര്യം സ്പെഷ്യൽ ബ്രാഞ്ച് മനസ്സിലാക്കുകയും അത് റിപ്പോർട്ട് ചെയ്യപ്പെടുകയും പിന്നീട് ഇതേ നമ്മളെ തന്നെ ആദ്യത്തെ ദിവസം ഈ പറയുന്ന സാധാരണക്കാരായിട്ട് അവിടെ പോകുന്ന നമ്മൾ രണ്ടാമത്തെ പ്രാവശ്യം വരുമ്പോൾ സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ ഈ പറയുന്ന കഥകളിലും സാധനങ്ങളും നമ്മൾ മറ്റൊരു സാധനമായിട്ട് മാറുകയാണ്. അപ്പം ഈ മിഷണറി ഉണ്ടല്ലോ, ഈ ഭരണകൂടത്തിന്റെ ഈ മിഷണറി ഇതിൻ്റെ അകത്ത് ഈ പറയുന്ന റൂളിംഗ് ക്ലാസിന്റെ ഭാഗമായിട്ട് വരുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിക്കും അങ്ങനെ പ്രത്യേകിച്ച് അതിനെ മാറ്റി തീർക്കാൻ, ഒരു ജനാധിപത്യത്തിന്റെ ഒരു സ്വഭാവം നൽകുന്ന തരത്തിലേക്ക് ഇടപെടാൻ ദൗർഭാഗ്യവശാൽ ഇന്ന് ഇന്ത്യയിൽ ഒരു പൊളിറ്റിക്കൽ പാർട്ടിയും ഇല്ല എന്നുള്ളതാണ് നമ്മുടെ ഒരു അനുഭവങ്ങളിൽ നിന്ന് തുടർച്ചയായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ നമ്മൾ അവസാനിപ്പിക്കും മുമ്പായിട്ട് നമ്മുടെ ഇന്നിപ്പോഴത്തെ UAPA കേസുകളുടെ ഒരു അവസ്ഥ എങ്ങനെയാണ്? കേരളത്തിൽ ഇപ്പോഴും 2015 മുൻപ് രജിസ്റ്റർ ചെയ്യപ്പെട്ട കേസുകൾ പോലും ഇതുവരെയും വിചാരണ നടപടികൾ അവസാനിച്ചിട്ടില്ല. ഇപ്പൊ നമ്മുടെയൊക്കെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് അറസ്റ്റ് ചെയ്യപ്പെട്ട കേസില്ലേ, 2015 അറസ്റ്റ് ചെയ്യപ്പെട്ട കേസ്, അതിൽ വിചാരണ ഇതുവരെയൊക്കെ ആരംഭിച്ചിട്ട് പോലും ഇല്ല. ഒരൊറ്റ സാക്ഷിയെ പോലും വിളിക്കുകയോ അതിൻ്റെ നിയമ നടപടികൾ ആരംഭിക്കുകയോ ചെയ്തിട്ടില്ല. അപ്പോൾ UAPA എന്ന് പറയുന്ന നിയമം എങ്ങനെ ഈ പറയുന്ന ജലദ്രോഹ നിയമമായി മാറുന്നു എന്നുള്ളതിന്റെ വ്യക്തമായ ചില ഉദാഹരണങ്ങളാണ് ഇതൊക്കെ. വർഷങ്ങൾ നീണ്ടു നിന്നാൽ ഇപ്പോൾ കേരളത്തിലെ ജയിലുകൾ എടുക്കുക, വിജിത് വിജയൻ എന്ന് പറയുന്ന, അനീഷ് ബാബു എന്ന് പറയുന്ന, രാഘവേന്ദ്ര എന്ന് പറയുന്ന എത്ര ചെറുപ്പക്കാരാണ് ഈ പറയുന്ന വർഷങ്ങൾ, പതിറ്റാണ്ടുകൾ നീണ്ടു നിൽക്കുന്ന രാഷ്ട്രീയ തടവ് വളരെ ചെറിയ പ്രായത്തിൽ തന്നെ അനുഭവിച്ചുകൊണ്ട് പോകേണ്ടി വരുന്നു. അതേപോലെ തന്നെ ഇപ്പൊ വിജിത് വിജയന്റെ ഒക്കെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ജനാധിപത്യ സമൂഹം തല കുനിച്ചു നിൽക്കണം. അതായത് ഈ പറയുന്ന ആ ജയിലിൽ കഴിയുന്ന സമയത്ത് തന്നെ എൻട്രൻസ് പരീക്ഷ എഴുതുകയും അതിനകത്ത് സംസ്ഥാനത്ത് തന്നെ 2ാമത്തെ റാങ്ക് വാങ്ങുകയും അങ്ങനെ ഉയർന്ന ഈ പറയുന്ന ഒരു ഈ പറയുന്ന അത്തരത്തിലുള്ള കഴിവുകൾ അയാളുടെ തടവ് ജീവിതത്തിൽ തന്നെ അയാൾ പുലർത്തുന്ന ആ മനുഷ്യന് ഈ പറയുന്ന നിയമപഠനത്തിനുള്ള അവസരം നിഷേധിക്കുകയാണ് ഈ കേരളീയ സമൂഹം എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. കാരണം മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഭരണകൂടം എന്താണ് ഈ പറഞ്ഞ ഇവിടെ ഉയർന്നു വരുന്ന ബോധ്യങ്ങൾക്കനുസരിച്ചാണല്ലോ അവർ പ്രവർത്തിക്കുന്നത്. വിജിത് വിജയന്റെ പഠനം പോലും തടയുന്ന അവസ്ഥ. ഇനി അതൊക്കെ പോകട്ടെ, തുടർച്ചയായി നടക്കുന്ന മർദ്ദനങ്ങൾ. ഇപ്പൊ നമ്മൾ വെളിയിൽ വന്നതിന് ശേഷം മനോജിന്റെ അടക്കം മാഷൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും തോന്നുന്നു, ഈ ഹൈ സെക്യൂരിറ്റി പ്രസിഡന്റ് രാഷ്ട്രീയ തടവുകാർക്ക് എതിരെ നടന്ന അതിക്രൂരമായ മർദ്ദനങ്ങൾ. എന്നെ കോർട്ട് ഡയറക്റ്റായിട്ട് ഓർഡറിൽ സ്റ്റേറ്റ്മെന്റ് പറയുന്നു, ഞാൻ കാണുന്നു ഇയാളെ, ഈ പ്രതിയെ ഞാൻ കാണുന്ന സമയത്ത് ഇയാളുടെ ശരീരത്ത് മുറിവുകൾ പറ്റിയിരിക്കുന്നു, റിപ്പോർട്ടുകൾ സത്യസന്ധമായി ഫയൽ ചെയ്യാൻ ജയിലധികാരികൾ തയ്യാറായിട്ടില്ല, ഇതിനകത്ത് മർദ്ദനം നടന്നു എന്ന് സംശയിക്കുന്നു. എന്നെ കോർട്ടിന്റെ സ്റ്റേറ്റ്മെന്റ് ആണ്. എന്നിട്ട് ആ സ്റ്റേറ്റ്മെന്റ് അടക്കം JM കോർട്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു, ക്രിമിനൽ നടപടി എടുക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. 1 ഇഞ്ചും JM കോർട്ടിൽ നിന്ന് ആ നടപടികൾ മുന്നോട്ട് പോയിട്ടുള്ളത്. നമ്മൾ മനുഷ്യാവകാശ കമ്മീഷനെ സമീപിക്കുന്നു. ഏറ്റവും അവസാനം മനുഷ്യാവകാശ കമ്മീഷൻ എന്താണ് പറയുന്നത്? കോടതിയുടെ മുന്നിൽ ഈ കാര്യങ്ങൾ പരിഗണനയിൽ ഇരിക്കുന്നുണ്ട്, ഞങ്ങൾക്ക് ഇടപെടാൻ കഴിയുന്നില്ല എന്ന്. അപ്പൊ കോടതിയിൽ എന്തെങ്കിലും കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നുള്ളൂ, അതില്ല. മനുഷ്യാവകാശ കമ്മീഷൻ ഇടപെടുന്നുള്ളൂ, അതില്ല. അതിന്റെ ഭാഗമായിട്ട് എന്താണ് സംഭവിക്കുന്നത്? കഴിഞ്ഞ ദിവസം ATS കോർട്ട് കസ്റ്റഡിയിൽ വിട്ട സന്തോഷ് കുമാർ എന്ന് പറയുന്ന രാഷ്ട്രീയ തടവുകാരനെ, വളരെ ചെറിയ പ്രായമാണ്, തമിഴ്നാട്ടിൽ നിന്ന് ഏറ്റവും പിന്നോക്കമായ അവസ്ഥയിൽ ജാതീയമായ അതിക്രമങ്ങൾക്കെതിരെ ചെറിയ പ്രായത്തിൽ തന്നെ കലാപം ചെയ്ത് രാഷ്ട്രീയ പ്രവർത്തനത്തിലേക്ക് വന്നൊരു സഖാവാണ്. അയാളെ ഈ പറയുന്ന ATS കസ്റ്റഡിയിൽ വിടുകയും ആ കസ്റ്റഡിയിൽ വെച്ചിട്ട് മർദ്ദിക്കുകയും ചെയ്യുന്നു കഴിഞ്ഞ ദിവസം. അപ്പോൾ യഥാർത്ഥത്തിൽ കേരളീയ സമൂഹം മൊത്തത്തിൽ ലജ്ജിച്ച് തലതാഴ്ത്തേണ്ടുന്ന അവസ്ഥയാണ് കേരളത്തിൽ രാഷ്ട്രീയ തടവുകാരെ സംബന്ധിച്ചും UAPA നിയമത്തെ സംബന്ധിച്ചും ഏറ്റുമുട്ടൽ കൊലപാതകങ്ങളെ സംബന്ധിച്ചും കസ്റ്റോഡിയൽ വയലൻസിനെ സംബന്ധിച്ചും നിലവിൽ ഉള്ളൊരവസ്ഥ. പക്ഷെ നമ്മളിപ്പോ മനസ്സിലാക്കുന്നൊരു കാര്യം, പൊതുസമൂഹത്തിൽ വീണ്ടും ഈ തരത്തിലേക്ക് ഉള്ളൊരു ജാഗ്രത വീണ്ടും ഉണർന്നു വരുന്നുണ്ട്. അതിനെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാന്നുള്ളത് തന്നെയാണ് നമ്മൾ ശ്രമിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഈ തരത്തിലേക്ക് തുടർച്ചയായിട്ട് നമ്മൾ ആളുകളോട് ഇടപെടുകയും സംവദിക്കുകയും ഈ ഒരു വിഷയത്തെ എങ്ങനെയാണ് ഒരു ലിബറൽ ഡെമോക്രാറ്റിക് സ്പേസിൽ നമുക്ക് അഡ്രസ്സ് ചെയ്യാൻ പറ്റുന്നുള്ള തരത്തിലേക്കുള്ളൊരു ശ്രമമാണ് നമ്മളൊക്കെ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇത്രയും കാര്യങ്ങൾ കേരള ഇൻസൈറ്റിനോട് പങ്കുവെച്ച അനൂപിന് നന്ദി.